ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ചിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 149ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 7-ാം തീയതി വെള്ളിയാഴ്ച. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളിതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒരു പ്രശസ്തമായ ഒരു വാചകം നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യം തന്നെ പറയട്ടെ. എ ബ്യൂട്ടിഫുൾ ഡേ ബിഗിൻസ് വിത്ത് എ ബ്യൂട്ടിഫുൾ മൈൻഡ് സെറ്റ്. ഒരു മനോഹരമായിരിക്കുന്ന ഒരു ദിവസം ആരംഭിക്കുന്നത് മനോഹരമായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെയാണെന്ന് ഒരു പ്രസിദ്ധനായിരിക്കുന്ന ഒരു സാഹിത്യകാരൻ പറഞ്ഞ ഒരു കൊട്ടേഷൻ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. എ ബ്യൂട്ടിഫുൾ ഡേ ബിഗിൻസ് വിത്ത് എ ബ്യൂട്ടിഫുൾ മൈൻഡ് സെറ്റ്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നാം എഴുന്നേറ്റ് ആ ദിവസത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ദിവസം വളരെ മനോഹരമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ സത്യമായ ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിയുന്നതും അറിയപ്പെടുന്നതും അറിയപ്പെടേണ്ടതുമായിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ആ ദിവസം മുഴുവനും മനോഹരമായിരിക്കുന്നൊരു ദിവസമായി നമുക്ക് ചേരും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്നാൽ അതിന് പകരമായി ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദുഃഖത്തോടെ നെടുവീർപ്പോടെ സമാധാനമില്ലാതെ മറ്റുള്ളവരെ ശപിച്ചുകൊണ്ട് ജീവിതത്തെ ശപിച്ചുകൊണ്ട് സമൂഹത്തെ ശപിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന വിഷയങ്ങളെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ടാണ് നമ്മൾ ദിവസത്തെ ജീവിതം ആരംഭിക്കുന്നതെങ്കിൽ അന്നത്തെ ജീവിതം മുഴുവനും കട്ട പുകയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ സമാധാനത്തോടെ എഴുന്നേൽക്കുകയാണെങ്കിൽ, ദൈവാശ്രയ ബോധത്തോടെ എഴുന്നേൽക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയോടെ എഴുന്നേൽക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ വളരെ സൗന്ദര്യപൂർണ്ണമായിരിക്കുക എന്ന രീതിയിൽ ശാന്തമായി ആ ദിവസത്തെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും നമുക്ക് മനോഹരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എ ബ്യൂട്ടിഫുൾ ഡേ ബിഗിൻസ് വിത്ത് എ ബ്യൂട്ടിഫുൾ മൈൻഡ് സെറ്റ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, മനോഹാരിത ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വാതന്ത്ര്യവും ശാശ്വതമായിരിക്കുന്ന സമാധാനമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ ദിവസവും രാവിലത്തെ ജീവിതം നമ്മൾ എഴുന്നേൽക്കുന്നത് തന്നെ അപ്രകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവാശ്രയ ബോധത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം വായിച്ചുകൊണ്ട് സമാധാന അന്തരീക്ഷത്തിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുമെങ്കിൽ അന്നത്തെ ജീവിതം സന്തോഷപരമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അങ്ങനെ തന്നെ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. ഇന്ത്യയിൽ FCRA ബിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് അമേരിക്കയുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധത്തെ അത് ബാധിക്കുമെന്നും അമേരിക്കയിലെ ജനപ്രതിനിധി ശ്രീ റൈലി മൂർ പ്രസ്താവിച്ചു. FCRA നിയമങ്ങൾ പരിഷ്കരിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള മോഡി സർക്കാരിൻ്റെ ശ്രമങ്ങളെ വിവിധ സംഘടനകൾ അപലപിച്ചു. ഓഗസ്റ്റ് 12 അവസാനിക്കുന്ന ലോക്സഭയുടെ മൺസൂൺ സമ്മേളനത്തിൽ ഈ ബിൽ പാസ്സാക്കുവാനുള്ള ശ്രമത്തെ പ്രതിപക്ഷം ശക്തമായി പ്രതീക്ഷിക്കുകയാണ്. ഒരു സമവായത്തിന് തയ്യാറാണെന്ന് ഗവൺമെൻറ് പ്രതിനിധികൾ അറിയിച്ചെന്നും കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇതേസമയം ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ അറിയിച്ചു. ഇന്ത്യയിലെ FCRA ബില്ലിൻ്റെ പരിഷ്കരണം വളരെ ആശങ്കയോടെയാണ് പല സംഘടനകളും, പ്രത്യേകിച്ച് ക്രൈസ്തവ സംഘടനകൾ നോക്കിക്കാണുന്നത്. അവർക്ക് വിദേശത്ത് നിന്ന് ലഭിക്കുന്ന പണത്തിന് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും അത് ചെലവാക്കുന്നതിനും അത് എത്തിക്കുന്നതിനും ഒക്കെ ഉള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബില്ലാണ് മോഡി സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുവാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെ ക്രൈസ്തവ സംഘടനകൾ ഉൾപ്പെടെ നിരവധി സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ പ്രതിപക്ഷം ശക്തമായി ഇതിനെ അപലപിക്കുകയും ആ ബിൽ പാസ്സാക്കാതിരിക്കുവാനുള്ള പ്രതിരോധം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് അമേരിക്കയിലെ ജനപ്രതിനിധി റൈലി മൂർ പറയുന്നത് ഇത് FCR ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണെന്നും അമേരിക്കയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെ ഇത് ബാധിക്കുമെന്നും അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. FCRA പോലുള്ള ജനദ്രോഹ നിയമങ്ങൾ പരിഷ്കരിച്ച് കൊണ്ടുവന്ന് ജനങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന മോഡി സർക്കാരിൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ
ദൈവമക്കളുടെ ശക്തമായിരിക്കുന്ന പ്രാർത്ഥന പല സ്ഥലങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. വീണ്ടും ആ പ്രാർത്ഥന ഉയരട്ടെ, ഐക്യതയോടെ പ്രാർത്ഥിപ്പാൻ ഇടയാക്കട്ടെ എന്നും ഇങ്ങനെയുള്ള നിയമങ്ങൾ മാറട്ടെ എന്നും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്റ്റൽ കോൺഫറൻസ് ഓഫ് ഇൻഡോ കാനഡ PCIC, പെന്തക്കോസ്റ്റൽ കോൺഫറൻസ് ഓഫ് ഇൻഡോ കാനഡ PCICയുടെ രണ്ടാമത് ദേശീയ സമ്മേളനം ഓഗസ്റ്റ് മാസം 13 മുതൽ 16 വരെ കാൽഗറിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാസ്റ്റർ അനീഷ് തോമസ്, പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ, പാസ്റ്റർ ജോഷ് മാത്യു, പാസ്റ്റർ ദീപക് മാത്യു എന്നിവർ ദൈവവചനം സംസാരിക്കും. പ്രൈസ് ആൻഡ് വർഷിപ്പിന് ഡോക്ടർ ടോണി ഫിലിപ്പ് തോമസ് നേതൃത്വം നൽകും. നാഷണൽ കൺവീനറായി റവറൻഡ് ഡോക്ടർ വിൽസൺ കടവിൽ, മറ്റ് ഭാരവാഹികളായി മനീഷ് തോമസ്, ഡോക്ടർ തോമസ് വർഗീസ് എന്നിവർ പ്രവർത്തിക്കുന്നു. മീഡിയ കോർഡിനേറ്ററായി ശ്രീ വിൽസൺ സാമുവൽ പ്രവർത്തിക്കുന്നു. പ്രയർ കോർഡിനേറ്റർമാരായി പാസ്റ്റർ സാമുവൽ ഡാനിയൽ, ഏബ്രഹാം തോമസ്, ബിനു ജേക്കബ് എന്നിവരും, ലേഡീസ് പ്രതിനിധിയായി ഡോക്ടർ ഷേർലി കുര്യാച്ചൻ എന്നിവരും പ്രവർത്തിക്കുന്നു. മറ്റ് ഭാരവാഹികൾ നെൽസൺ ഫിലിപ്പ്, പാസ്റ്റർ സാം എബ്രഹാം എന്നിവർ ഇംഗ്ലീഷ് കോർഡിനേറ്റർമാരുമായിട്ടും പ്രവർത്തിക്കുന്നു. ഇത് കാനഡയിൽ വെച്ച് നടക്കുന്ന മലയാളികളുടെ രണ്ടാമത് ദേശീയ സമ്മേളനമാണ്. PCIC കാൽഗറിയിൽ വെച്ച് നടക്കുന്ന അടുത്ത ആഴ്ച നടക്കുന്ന ഈ സമ്മേളനത്തിന് വീക്കിലി റൗണ്ടപ്പിൻ്റെയും CPC മീഡിയയുടെയും എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു. ഈ കോൺഫറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തുടർന്ന് നമുക്ക് കാണാം. പെന്തക്കോസ്റ്റൽ കോൺഫറൻസ് ഓഫ് ഇൻഡോ കനേഡിയൻസിൻ്റെ രണ്ടാമത് കോൺഫറൻസ് 2026 ഓഗസ്റ്റ് 13 തൊട്ട് 16 വരെ ആൽബർട്ട പ്രൊവിൻസിലുള്ള കാൽഗരിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ബെസ്റ്റ് വെസ്റ്റേൺ പ്രീമിയർ കാൽഗരി പ്ലാസ ഹോട്ടൽ ആൻഡ് കോൺഫറൻസ് സെൻറ്ററിൽ വെച്ചാണ് ഇപ്രാവശ്യത്തെ കോൺഫറൻസ് നടത്തപ്പെടുന്നത്. വാർഫെയറിനകത്ത് ജയിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ഒരു ദൈവ പൈതലെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് ജയാളിയായിട്ട് നിൽക്കണം കേട്ടോ, ജയാളിയായിട്ട് നിൽക്കണം. ഊളവാകട്ടെന്നുള്ള വാക്കുകൊണ്ട് ഊളവാക്കിയ മഹാദൈവ ജീവനുള്ള ഈ സത്യ ദൈവത്തെ സേവിപ്പാനും എത്ര പേർക്ക് അഭിമാനമുണ്ട്. Because God provided a sheep for a sacrifice, my sin and your sin could be credited, given to Dolly's account. It's an accounting word. If you are where God's Spirit is, that's not an accident, because you didn't go to the ഡാളസ് സിറ്റി വൈഡ് ഫെലോഷിപ്പിൻ്റെ ആനുവൽ കൺവെൻഷൻ ഓഗസ്റ്റ് 21 മുതൽ 23 വരെ ഡാളസിൽ വെച്ച് നടക്കും. പാസ്റ്റർ അനീഷ് കൊല്ലം, പാസ്റ്റർ ഡസ്റ്റി സ്മാൾ, സിസ്റ്റർ സൂസമ്മ തോമസ് എന്നിവർ മുഖ്യ സന്ദേശങ്ങൾ നൽകിക്കൊടുക്കും. ഡോക്ടർ തോമസ് ഫിലിപ്പ് പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ നേതൃത്വം നൽകും. ഡാളസ് സിറ്റി വൈഡ് ഫെലോഷിപ്പിൻ്റെ 40ാമത് ഫെലോഷിപ്പ് ആനുവൽ കൺവെൻഷനാണ് ഈ സമയത്ത് നടക്കുന്നത്. ഓഗസ്റ്റ് 23 സംയുക്ത സഭായോഗത്തോടെയാണ് കൺവെൻഷൻ സമാപിക്കുന്നത്. പാസ്റ്റർ തോമസ് മുല്ലയ്ക്കൻ പ്രസിഡൻറ്റും ഡോക്ടർ തോമസ് ഇടുക്കുള വൈസ് പ്രസിഡൻറ്റും ബ്രദർ SP ജെയിംസ് സെക്രട്ടറി, തോമസ് ചെല്ലത്ത് ട്രഷറർ ആയിരിക്കുന്ന കമ്മിറ്റിയാണ് ഈ വർഷത്തെ ഡാളസ് സിറ്റി വൈഡ് ഫെലോഷിപ്പിന് നേതൃത്വം നൽകിക്കൊടുക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം ശനിയാഴ്ച രാവിലെയും ഉച്ച കഴിഞ്ഞും വൈകിട്ടും പ്രത്യേക സമ്മേളനങ്ങൾ ഉണ്ടായിരിക്കും. ഞായറാഴ്ച സംയുക്ത ആരാധനയും ഉണ്ടായിരിക്കും. ശനിയാഴ്ച നടക്കുന്ന സമ്മേളനത്തിൽ ജൂബിലി സമ്മേളനവുമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. 40ാമത് ആനുവൽ കൺവെൻഷൻ ജൂബിലി ആഘോഷിക്കുന്ന ഡാളസ് സിറ്റി വൈഡ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കും യോഗങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു. ചിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെ സൂം മീറ്റിംഗ് നാളെ രാവിലെ 10 മണിക്കുണ്ടായിരിക്കുമെന്ന് സംഘടനയുടെ ഭാരവാഹികളായിരിക്കുന്ന സിസ്റ്റർ മോളി എബ്രഹാം, സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിച്ചു. ഈ സമ്മേളനത്തിൽ സിസ്റ്റർ കെസിയ ജോസഫ് ദൈവവചനം സംസാരിക്കുന്നതാണ്. FECCയുടെയും CCFൻ്റെയും ഫെലോഷിപ്പ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെയും ഷിക്കാഗോ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെയും സംയുക്ത ആരാധനയും കൺവെൻഷനും സെപ്റ്റംബർ 18 മുതൽ 20 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. ചിക്കാഗോയിലുള്ള ബെനഡിക്റ്റൻ യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ വർഷം സമ്മേളനം നടക്കുന്നത്. പതിവിന് വിപരീതമായി 2 വ്യത്യസ്ത സമ്മേളനങ്ങളായിരിക്കും. മലയാള വിഭാഗവും ഇംഗ്ലീഷ് വിഭാഗത്തും 2 വ്യത്യസ്ത സമ്മേളനങ്ങൾ ഓഡിറ്റോറിയത്തിൽ 2 ഓഡിറ്റോറിയത്തിൽ വെച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് നടക്കുന്നതാണ്. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ OM രാജുക്കുട്ടി, പാസ്റ്റർ സ്റ്റീവ് ജോൺ എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും. FECCയുടെ ഭാരവാഹികളായിരിക്കുന്ന പാസ്റ്റർ സേവ്യർ ജെയിംസ്, പാസ്റ്റർ MG ജോൺസൺ എന്നിവരാണ് ഈ വിവരങ്ങൾ അറിയിച്ചത്.
ചിക്കാഗോ IPC ഹെബ്രോൺ സഭയുടെ 47ാമത് ആനുവൽ കൺവെൻഷൻ ഇന്നലെ ആരംഭിച്ചു. പാസ്റ്റർ PC മാമൻ നേതൃത്വം നൽകി. ഞായറാഴ്ച തിരുവത്താഴ ശുശ്രൂഷയോടെ കൺവെൻഷൻ സമാപിക്കും. പാസ്റ്റർ ബൈജു ബാലകൃഷ്ണനാണ് മുഖ്യ പ്രാസംഗികൻ. സഭയുടെ സെക്രട്ടറി സജി തോമസ്, ട്രഷറർ ഷിബിൻ തോമസ് എന്നിവർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. കൂടുതൽ നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്താൽ ദ്രവ്യാഗ്രഹം, അതിനെക്കുറിച്ച് ഒന്നുകൂടെ ബൈബിൾ പറഞ്ഞ അത്യാഗ്രഹം എന്ന വിഗ്രഹാരാധന, പണമോഹം ഒരു വിഗ്രഹാരാധനയാകാം. ഇന്ന് രാത്രിയിൽ പാപത്തിന്റെ പട്ടികയിൽ നമ്മൾ ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ട പ്രാണപ്രിയന്റെ പൊന്നുകരം ഇന്ന് രാത്രി ചലിക്കും. യേശുവിന്റെ നാമത്തിൽ ജീവനുള്ള നല്ല പിതാവെ, ചേർന്ന് കർത്താവിനെ കരമടിച്ച് നാളെ പുതിയ ആളുകളെ കൂട്ടിക്കൊണ്ടുവരിക. വലിയ അത്ഭുതങ്ങൾ കർത്താവിനെ കരമടിച്ച് കർത്താവ് സ്വദേശിനാം പാട്ട് പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ചകൊണ്ടിരിക്കുന്നതായിരിക്കും. ഫെലോഷിപ്പ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ചൊവ്വാഴ്ച നടക്കുന്ന പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് ഓഗസ്റ്റ് മാസം 4-ാം തീയതി ചൊവ്വാഴ്ച പാസ്റ്റർ സേവ്യർ ജെയിംസിൻ്റെ ഭവനത്തിൽ വെച്ച് നടന്നു. പാസ്റ്റർ MG ജോൺസൺ യോഗ നടപടികൾക്ക് നേതൃത്വം നൽകി. പാസ്റ്റർ ജോയി K. ജോൺ മുഖ്യ സന്ദേശം നൽകി. പാസ്റ്റർ ജോർജ് K. സ്റ്റീഫൻസിൻ്റെ ആശീർവാദത്തോടെയാണ് FPCC സമ്മേളനം സമാപിച്ചത്. IPC സൗത്ത് ഈസ്റ്റ് റീജിയൻ്റെ 26ാമത് വാർഷിക കൺവെൻഷൻ സെപ്റ്റംബർ 4 മുതൽ 6 വരെ സൗത്ത് ഫ്ലോറിഡയിലുള്ള IPC സഭാ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഈ സമ്മേളനത്തിൽ ഡോക്ടർ വിൽസൺ വർക്കി, ഡോക്ടർ തോംസൺ K. മാത്യു എന്നിവർ ദൈവജനം സംസാരിക്കും. POIPA സമ്മേളനം, സഹോദരി സമാജ സമ്മേളനം, സംയുക്ത സഭായോഗം ഒക്കെ ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നതാണ്. റീജിയൻ പ്രസിഡൻ്റായി പാസ്റ്റർ KC ജോൺ, വൈസ് പ്രസിഡൻ്റായി പാസ്റ്റർ AC ഉമ്മൻ, സെക്രട്ടറിയായി പാസ്റ്റർ റോയി വാകത്താനം, ജോയിൻറ്റ് സെക്രട്ടറിയായി ബ്രദർ നിബു വെള്ളവന്താനം, ട്രഷററായി ബ്രദർ ഏബ്രഹാം തോമസ് എന്നിവർ പ്രവർത്തിക്കുന്നു. 26ാമത് IPC സൗത്ത് ഈസ്റ്റ് റീജിയൻ വാർഷിക കൺവെൻഷന് ഞങ്ങളുടെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു. ചില മരണ വാർത്തകൾ അറിയിക്കട്ടെ. ലണ്ടൻ ബാസിൽ ഷാരോൺ സഭാംഗവും പത്തനംതിട്ട കടമനിട്ട പാറയിൽ മോനി ജോർജിൻ്റെ മകളുമായ ഏഞ്ചൽ ജെറോം 28 വയസ്സ് ലണ്ടനിൽ വെച്ച് കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് പ്രവേശിച്ചു. ഭർത്താവ് അടൂർ സ്വദേശി ജെറോം ആണ്. ഇവർക്ക് 7 മാസമുള്ള ഒരു കുഞ്ഞുണ്ട്. ചിക്കാഗോയിൽ താമസിക്കുന്ന സാമുവൽ ജോർജിൻ്റെ സഹോദരൻ്റെ പുത്രിയാണ് കഴിഞ്ഞ ദിവസം നിര്യാതയായ ഏഞ്ചൽ ജെറോം. അതീവ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നതിനോടൊപ്പം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൊഫസർ മാത്യു P. തോമസിൻ്റെ സഹോദരി സിസ്റ്റർ അന്നമ്മ തോമസ് 89 വയസ്സ് കഴിഞ്ഞ ദിവസം നിത്യത്തിൽ പ്രവേശിച്ചു. പൊടിമല പാസ്റ്റർ PM തോമസിൻ്റെ മകളാണ്. റിട്ടയർഡ് അധ്യാപികയായിരുന്നു. സംസ്കാരം കുമ്മനാട് കഴിഞ്ഞ ദിവസം നടന്നു. ഡാളസിൽ വെച്ച് പുല്ലാട് തുണ്ടിയിൽ ജേക്കബ് വർഗീസിൻ്റെ ഭാര്യ ജോയമ്മ ജേക്കബ് 71 വയസ്സ് നിത്യത്തിലേക്ക് പ്രവേശിച്ചു. സംസ്കാരം കഴിഞ്ഞ ദിവസം ഡാളസിൽ നടന്നു. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി തുടർമാനം പെയ്യുന്ന മഴയും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ നിമിത്തം കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. 8 ജില്ലകളിൽ വീണ്ടും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. അവിടെയുള്ള സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലുള്ള മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വീണ്ടും അവധി പ്രഖ്യാപിച്ചു. അവിടെയൊക്കെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച അവിടെയുള്ള ചില സഭകളിലെങ്കിലും ആരാധന നടത്തുവാൻ കഴിയാതെ വണ്ണം ആരാധനാലയങ്ങൾ വെള്ളത്തിനടിയിലായതായി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. മഴക്കെടുതിയിൽ
വലയുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ജനങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.